ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ ഡേ 2 ഇൻ കൂർഗാണ്. ഇന്ന് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന ദിവസമാണ്. സോ ആ വഴിക്ക് നമുക്ക് ഗോൾഡൻ ടെമ്പിളും പിന്നെ ദുബാരെ എലിഫൻറ്റ് ക്യാമ്പൊക്കെ പോയിട്ട് ആ വഴിക്ക് വിരാജ്പേട്ട് വഴി നേരെ അശ്വിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. സോ വെൽക്കം ടു ദ വീഡിയോ. സോ ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തു, കോട്ടേജിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇനി നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് പോകുന്നത്. പെട്ടെന്ന് എല്ലാ കാക്കാക്കുകളും കൂടെ ഇവിടെ എന്തോ ഒരു പുകയ്ക്കുന്നുണ്ട്, എന്തോ എലിയൊക്കെ വെച്ചിട്ട് ഫുള്ളും പുകയാ. എന്തോ പ്രോഗ്രാം ആയിട്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല. ഉള്ളിൽ കയറാൻ പറ്റില്ല. എന്താ പ്രയർ ടൈം. അപ്പം കുറച്ചുനേരം വെയിറ്റ് ചെയ്താൽ മതിയോ? അപ്പോൾ വെയിറ്റ് ചെയ്താൽ നമ്മൾ ടെമ്പിളിലേക്ക് കയറാണ്. ഇത് വെച്ചിട്ടാണ് അവർ നേരത്തെ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയത്. ഇത് ഈ നാദസ്വരത്തിൻ്റെ ഒക്കെ ഒരു വലിയ വേർഷൻ പോലെ ഉണ്ട്. നല്ല ചൂടുണ്ട്, ഉള്ളിലൊക്കെ ഭയങ്കരമായിട്ട് വേർക്കുന്നുണ്ടായിരുന്നു. ഞാൻ മുടിയൊക്കെ കെട്ടിവെച്ചു. ഇപ്പം ഇതിൻ്റെ ചുറ്റും എന്തൊക്കെയുണ്ട് തോന്നുന്നു. സോ ഇന്ത്യയിലെ ലാർജസ്റ്റ് ടിബറ്റൻ മൊനാസ്ട്രീസിൽ ഒന്നാണ് നമ്മളെ കൂർഗിലുള്ള നംഡ്രോളിംഗ് മൊനാസ്ട്രി എന്ന് പറയുന്നത്. ഇവിടെ അവർ ബുദ്ധിസം പഠിപ്പിക്കുന്നുണ്ട്. അപ്പം കുറേ കുട്ടികൾ ഇവിടെ ചാൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മന്ത്രാസൊക്കെ. ഇത് വേറൊരു അമ്പലം, ആ കോമ്പൗണ്ടിനുള്ളിൽ തന്നെയുള്ള വേറൊരു അമ്പലമാണ്. അമ്പലമല്ലേ, ഇവിടെ തേര് പോലത്തെ എന്തൊക്കെയോ സംഭവമൊക്കെ ഉണ്ട്. ക്യൂട്ടൂസ് പെപ്സിയൊക്കെ കുടിച്ച് നോക്കുന്നു. നല്ല ഭംഗിയുള്ള ജനലുകളും ഒക്കെ. ആ മേലുള്ള സാധനല്ലേ, അത് കറങ്ങും തോന്നുന്നു കാറ്റിൽ. കാറ്റ് കറങ്ങാൻ മാത്രമുള്ള ശക്തി. പക്ഷെ ആ വലിയ വീല് നമ്മൾ കണ്ടില്ലല്ലോ അല്ലേ. നമ്മളിവിടെ എന്തെങ്കിലും ഫ്രിഡ്ജ് മാഗ്നറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി നമ്മൾ ബുദ്ധൻ്റെ അല്ല ഡോൾമയുടെ പ്രിൻ്റുള്ള കുറച്ച് ഷീറ്റ്സ് പോലത്തെ, എന്താ അതിന് പറയുക സാധനത്തിന്, ഡോൾമേൻ്റെ പ്രിൻ്റ് വാങ്ങി. നല്ലൊരു ചെറുക്കനായിരുന്നു കൗണ്ടറിൽ. ഹിന്ദിയിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത്, പക്ഷെ നേപ്പാളിയാണെന്നാണ് പറഞ്ഞത്. ഇപ്പം നല്ല അത്യാവശ്യം ഒരു കുറച്ച് ഡിസ്കൗണ്ടൊക്കെ വാങ്ങി ഞങ്ങൾ സാധനങ്ങൾ വാങ്ങി. അത്രയേ ഉള്ളൂ. ഭയങ്കര ദാഹം, കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. വെള്ളം കുടിക്കാനല്ല, ചായ എന്തെങ്കിലും കുടിക്കാം. മലയാ റെസ്റ്റോറൻറ്റ്, ടിബറ്റൻ ഫുഡൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഞങ്ങളുടെ ദുബാരെ എലിഫൻറ്റ് ക്യാമ്പിലേക്കുള്ളത് ക്യാൻസലായി. കാരണം അവിടെ 9:30 തൊട്ട് 11 മണി വരെയും പിന്നെ 4:30 തൊട്ട് 5:30 വരെയുള്ളൂ. ഞാനിപ്പോഴാണ് ടൈമിംഗ് നോക്കിയത്. പിന്നെ ഇപ്പോൾ നേരെ വിരാജ്പേട്ട് വഴി ഞങ്ങൾ പുയിൽക്കാവിലേക്ക് പോവുകയാണ്. സോ അതൊരു ഡിസപ്പോയിൻറ്റിംഗ് ആണ്. സോ നമ്മൾ രണ്ടുപേരും മീൽസാണ് വാങ്ങിയത്. അങ്ങനെ ഒരു ലോങ് ഡ്രൈവിന് ശേഷം ഒരു ബ്രേക്കിനും കൂടെ നമ്മൾ ചായ ബ്രേക്ക്. ഇത് മട്ടന്നൂരല്ലേ ഇത്? മട്ടന്നൂരെത്തി. കണ്ണൂർ വഴിക്കാണ് പോകുന്നത്. അപ്പം മട്ടന്നൂരെത്തി. മട്ടന്നൂരിൽ നിന്ന് ഇനി ഹൈവേ പിടിച്ച് നമ്മൾ പുയിൽക്കാവിലേക്ക് അല്ലേ? ഹൈവേ ഉണ്ടോ? അല്ല, ഹൈവേ ഇല്ല, അറിയില്ല, എത്തിയിരിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ ഹൈവേയിലേക്ക് കയറി. നീ പറ, ഹൈവേ ഉണ്ടോ ഇല്ലയോ? നമുക്ക് റൂട്ടിൽ ഹൈവേ ഉണ്ടോ ഇല്ലയോ പറ. ആ
ഹൈവേ ഉണ്ട്. ഇനി നമ്മൾ വീട്ടിലെത്തുന്ന വരെ ഹൈവേയിലായിരിക്കണം എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫുള്ള് ഹൈവേയിലായിരിക്കും എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ നേരമായി ബ്ലോക്കിൽ തന്നെ നിൽക്കുന്നത്. ഒരു മിനിമം എത്ര ബ്ലോക്ക് നമുക്ക് കിട്ടിയ? 2 3 എവിടേക്കോ ആക്സിഡന്റ്, റോഡ് വർക്ക്, പിന്നെന്താ കൊളീഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട്. ഫുള്ള് ബ്ലോക്ക് ഡൈവേർഷൻസ്. ഹൈവേ ഒക്കെ വളരെ കുറവാണ് കിട്ടിയത്. പറഞ്ഞതിൻ്റെ ഭാഗ്യമാണോന്ന് അറിയില്ല. തീരെ ഹൈവേ ഒന്നും കിട്ടിയിട്ടില്ല. ആകെ ഒരു 5 മിനിറ്റ് ടോട്ടൽ കിട്ടിയിട്ടുണ്ടാവും. നോക്കട്ടെ, ഇത് കഴിഞ്ഞാലെങ്കിലും ചിലപ്പോൾ ഹൈവേ കിട്ടി. ശരിക്കും കോഴിക്കോടേക്കൊക്കെ പോകുമ്പോൾ സുഖമാണ്. പുൽക്കാവ് ടു കോഴിക്കോട് ഒരു 20 മിനിറ്റിൽ ഹൈവേയിൽ അങ്ങ് കിട്ടും. അങ്ങനെ ഞങ്ങൾ ഏതൊക്കെയോ വഴി കൂടെ കയറി 7:30 എത്തണം. ഞങ്ങൾ 6:50 ഇപ്പോൾ വീട്ടിൽ കയറാൻ പോകും. 6:50 അല്ല, 6:55 വീട്ടിൽ കയറാൻ പോവുകയാണ്. സക്സസ്ഫുള്ളി ഞങ്ങൾ വീട്ടിലെത്തി. ആരുമില്ലേ വീട്ടിൽ? അച്ഛനുണ്ട്. അയ്യോ. സോ നമ്മളിപ്പോൾ വീട്ടിലെത്തി, ഫ്രഷായി. താഴെ കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ അത് നമുക്ക് പോയിട്ട് കട്ട് ചെയ്യാൻ. താങ്ക് യു. എന്ത് പാട്ടാ? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. പറയും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു us. വാട്ട് ആൻ ആംബിയൻസ് കിച്ചണില്. ഫുൾ ചെടികൾ, ലൈറ്റുകൾ. അത് ചെടീന്റെ ഉഗാവോ പോലത്തെ ഇത്. അയ്യോ, ഇതാരാ? ചെടിയുടെ കുമ്പായം. തൊടാൻ പറ്റുമോ? ഇവിടെ കുറേ പൂച്ചക്കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഒരു അതിഥിയാണ് ഇത്. അയ്യോ, ഒന്നുമില്ല, പൊക്കോ ഒന്നുമില്ല. സോ ഇന്നിപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിൽ നിൽക്കുകയാണ് ഞങ്ങൾ. കാരണം ഇനിയിപ്പോൾ ഒരാഴ്ച നമ്മൾ ഇവിടെയാണല്ലോ. അപ്പോൾ ഇനിയിപ്പം ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം. ഇനി നാളെ രാവിലെ എൻ്റെ വീട്ടിലേക്ക് പോകും. എന്നിട്ടൊരു കൺസേർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അപ്പം നാളെയും ഞാനൊരു വ്ളോഗായിട്ട് ഇറക്കാമെന്ന് വിചാരിക്കുന്നു. സോ അത്രയേ ഉള്ളൂ. ബൈ.